മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കസ്റ്റഡിയിൽ വിട്ടതിന് പിന്നാലെ നിർണായക നീക്കവുമായി SIT പാലക്കാട്. രാഹുൽ മാങ്കൂട്ടത്തിൽ താമസിച്ച KPM ഹോട്ടലിലെ മുറിയിൽ പരിശോധന നടത്തി. 2002 എന്ന മുറിയിൽ നിന്ന് മൊബൈൽ ഫോൺ കണ്ടെടുത്തിരിക്കുകയാണ്. ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യും. നമുക്കറിയാവുന്ന പോലെ രാത്രി 12:30യോടെയാണ് അന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കസ്റ്റഡിയിൽ എടുക്കുന്നത്. 2002 മുറിയിൽ KPM ഹോട്ടലിലെ 2002 മുറിയിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന് ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് ഒരു മൊബൈൽ ഫോൺ കണ്ടെടുത്തിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആയി വരുന്നത്. ഈ ഫോൺ ഏതായാലും ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. ഇന്നിപ്പോൾ SITയുടെ പ്രോസിക്യൂഷന്റെ പ്രധാന വാദവും കോടതിയിൽ ഇതിൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട് എന്നതാണ്. രാഹുൽ അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ടായിരുന്നില്ല, മൊബൈൽ ഫോണിന്റെ പാസ്വേഡ് നൽകുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിജീവിതയുടെ നഗ്ന ദൃശ്യം ഉൾപ്പെടെ പകർത്തി എന്നുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ പരാതിയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതിലൊക്കെയും തെളിവുകൾ ശേഖരിക്കുക എന്ന നിർണായകമായതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് പരിശോധനകളിലേക്ക് SIT കടക്കുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ മൊബൈൽ ഫോൺ കണ്ടെത്തിയിരിക്കുന്നു KPM റീജൻസിയിലെ ഹോട്ടലിൽ നിന്ന് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും നിർണായകമായ കാര്യം തന്നെയാണ് ഈ ഘട്ടത്തിൽ ഈ ഹോട്ടലിലെ പരിശോധന. ഈ രാഹുലിനെ കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ KPM റീജൻസിയിലെ ഈ മുറി 2002 എന്ന മുറി പോലീസ് സീൽ ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ 3 ദിവസത്തെ കസ്റ്റഡിയിൽ തിരുവല്ല കോടതി രാഹുൽ മാങ്കൂട്ടത്തിലിനെ വിടുന്നത്. തെളിവെടുപ്പിലേക്ക് ഉൾപ്പെടെ കടക്കുമെന്ന് കൂടി അറിയുന്നു. ഇക്ബാൽ അറക്കലാണ് ചേരുന്നത്. ഇക്ബാൽ, ഏറ്റവും നിർണായകമായ കാര്യം ഈ മൊബൈൽ ഫോൺ കണ്ടെത്തി എന്നുള്ളതാണ്. ഇതിലെ പോലീസിന്റെ വാദവും ഇത് തന്നെയായിരുന്നു. ഡിവൈസുകൾ കണ്ടെത്തേണ്ടതുണ്ട്, അതിൽ ഈ ക്രൈമുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട് എന്നത്. ഈ ഘട്ടത്തിൽ ഏറ്റവും നിർണായക പരിശോധനയാണ് KPM ഹോട്ടലിൽ നടക്കുന്നത്. രാഹുലിനെ അവിടെ എത്തിച്ച് തെളിവെടുത്തേക്കുമെന്നുള്ള വിവരങ്ങൾക്കിടയിലാണ് ഈ പരിശോധന കൂടി. ഇക്ബാൽ, ഇന്നലെയാണ് ഈ പരിശോധന ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നടന്നിട്ടുള്ളത്. രാഹുലിനെ കസ്റ്റഡിയിലെടുത്തുള്ള ഷൊർണൂർ DYSP N മുരളീധരന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഈ KPM ഹോട്ടലിലേക്ക് എത്തുകയായിരുന്നു. അതിനുശേഷം പിന്നീട് പരിശോധന നടത്തുകയും ഈ 2002 മുറിയിലേക്ക് എത്തിയാണ് പോലീസിന്റെ പരിശോധന നടന്നത്. ആ പരിശോധനയ്ക്കിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പേഴ്സണൽ ഫോണുകളിൽ ഒരു ഫോൺ ഈ 2002 എന്ന് പറയുന്ന മൊബൈൽ ഫോണിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് KPM ഹോട്ടലിന്റെ മുൻവശത്താണ്. ഈ ഹോട്ടലിലേക്ക് ഇന്നലെ വൈകിട്ടോടുകൂടി പോലീസ് സംഘം എത്തുന്നു. പിന്നീട് ഈ 2002 എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുക്കുമ്പോഴെല്ലാം താമസിച്ച മുറിയിൽ പോലീസ് വിശദമായിട്ടുള്ള പരിശോധന നടത്തിയത്. ആ പരിശോധനയ്ക്കിടയിൽ പോലീസ് കൂടുതലും നോക്കിയിരുന്നത് ഏതെങ്കിലും രീതിയിലുള്ള തെളിവുകൾ ലഭിക്കുമോ എന്നുള്ളതാണ്. ഇലക്ട്രോണിക് ഡിവൈസുകൾ ഉൾപ്പെടെ കണ്ടെത്താനുള്ള നീക്കമാണ് പോലീസ് നടത്തുകയും ചെയ്തിരുന്നത്. അതിനിടയിലാണ് രാഹുലിന്റെ പേഴ്സണൽ ഫോണുകളിൽ ഒരു ഫോൺ പോലീസിനെ ലഭിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ ഫോൺ ലോക്കഡ് ആണ്, ഐഫോൺ ആണ് എന്നുള്ളതാണ് ലഭ്യമാവുന്ന വിവരം. ആ ഫോൺ ലോക്കഡ് ആണ്. ആ ഫോണിന്റെ പാസ്വേഡ് കണ്ടെത്താനുള്ള നീക്കങ്ങളും പോലീസ് സംഘം നടത്തുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഉൾപ്പെടെ വിധേയമാക്കും എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കഴിഞ്ഞ ദിവസം പോലീസ് അതിസാഹസികമായി KPM ഹോട്ടലിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്നതിനിടയിൽ ഈ മുറിയിൽ നിന്ന് ഒരു വിവരങ്ങളും പുറത്തു പോവാതിരിക്കാൻ, ഒരു തെളിവുകളും പുറത്തു പോവാതിരിക്കാൻ വേണ്ടി പോലീസ് കനത്ത ജാഗ്രത തന്നെ പാലിച്ചിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലെ കയ്യിലുണ്ടായിരുന്ന താക്കോൽ കൊണ്ട് ആ മുറി പൂട്ടുകയും പിന്നീട് താഴെ രാഹുലിനെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്നതിനിടയിൽ റിസപ്ഷൻ ഏരിയയിലേക്ക് എത്തി. പിന്നീട് ആ റിസപ്ഷനിൽ ഉണ്ടായിരുന്ന ഒരു പെയർ കീ കൂടി വാങ്ങിയതിന് ശേഷമാണ് പോലീസ് സംഘം പാലക്കാട് നിന്ന് രാഹുലുമായി പത്തനംതിട്ടയിലേക്ക് പോകുന്നത്. പിന്നീടാണ് ഈ കസ്റ്റഡിയിൽ രാഹുൽ ഇരുന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി രാഹുലിനെ ചോദ്യം ചെയ്യലെല്ലാം പൂർത്തീകരിച്ച് റിമാൻഡ് ചെയ്തതിനു ശേഷം പോലീസ് ഈ തെളിവ് ശേഖരണം വീണ്ടും നടത്തുന്നത്. ഇതിനിടയിലാണ് ഷൊർണൂർ DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘം വീണ്ടും KPM ഹോട്ടലിലേക്ക് എത്തുകയും ഈ 2002 എന്ന് പറയുന്ന പോലീസ് സീൽ ചെയ്ത ആ മുറി തുറന്ന് വീണ്ടും വിശദമായിട്ടുള്ള പരിശോധന നടത്തുന്നത്. ആ പരിശോധനയ്ക്കിടയിലാണ് ഇപ്പോൾ ഏതായാലും ഈ മൊബൈൽ ഫോൺ ഇന്നലെയല്ലേ ഈ പരിശോധന നടത്തിയത് ഈ KPM ഹോട്ടലിലെ മുറിയിൽ? തീർച്ചയായും ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് പോലീസ് സംഘം KPM ഹോട്ടലിലേക്ക് ഇത്തരത്തിലുള്ള തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായുള്ള പരിശോധനയ്ക്ക് വേണ്ടി എത്തിയത് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഈ പരിശോധന പൂർത്തീകരിച്ചുകൊണ്ട് പോലീസ് സംഘം മടങ്ങുകയായിരുന്നു. ഇലക്ട്രോണിക് ഡിവൈസുകൾ നേരത്തെ തന്നെ പോലീസിന് വിവരമുണ്ടായിരുന്നു. രാഹുലിനെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുമ്പോൾ ഇലക്ട്രോണിക് ഡിവൈസുകൾ അത് ഈ മുറിയിൽ തന്നെ ഉണ്ടാകും എന്നുള്ളത്. ആ ഇലക്ട്രോണിക് ഡിവൈസുകൾ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു പോലീസ് സംഘത്തിന് മുന്നിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത്. ആ ഡിവൈസുകൾ കണ്ടെത്തുന്നതിന്റെ ഭാഗമായാണ് പോലീസ് സംഘം KPM ഹോട്ടലിലേക്ക് എത്തുകയും വിശദമായിട്ട്
നേരിട്ടുള്ള പരിശോധന നടത്തുകയും ചെയ്തു. ആ പരിശോധനയ്ക്കിടയിലാണ് ഇപ്പോൾ ഇതാ ആ മൊബൈൽ ഫോൺ പോലീസിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. രാഹുലിന്റെ പേഴ്സണൽ ഫോണുകളിൽ ഒരു ഫോണാണ് ഇപ്പോൾ പോലീസ് സംഘത്തിന് ലഭിച്ചിട്ടുള്ളത്. ഈ ഫോൺ തുറന്നതിന് ശേഷം മാത്രമേ കൂടുതൽ വിവരശേഖരണത്തിലേക്ക് പോലീസ് സംഘത്തിന് കടക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഈ ഫോൺ ഇപ്പോഴും അതിന് പാസ്വേഡ് ലഭിച്ചിട്ടില്ല. ഈ പാസ്വേഡ് ലഭിക്കാനുള്ള നീക്കങ്ങൾ നടത്തും. കസ്റ്റഡിയിലാണ് ഇപ്പോൾ രാഹുൽ ഉള്ളത്. രാഹുലുമായി ഈ ഫോണിന്റെ പാസ്വേഡ് കിട്ടാനുള്ള നീക്കങ്ങളും പോലീസ് സംഘം നടത്തും എന്നുള്ളതാണ് അവിടെ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ എടുക്കേണ്ടതുണ്ട്. മൊബൈൽ ഫോൺ ഇപ്പോൾ നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരു ലാപ്ടോപ്പ് കൂടിയുണ്ട്.